പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ രാവിലെ കാലമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായെടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 86 അധ്യായം 10 വാക്യം. നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, നീ മാത്രം ദൈവമാകുന്നു. ഈ 86 സങ്കീർത്തനം ദാവീദിന്റെ ഒരു പ്രാർത്ഥന എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ പറയാണ് ദാവീദ്, ഹല്ലേലൂയ, നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, നീ മാത്രം ദൈവമാകുന്നു. അതായത് തൻ്റെ ജീവിതത്തിലൂടെ പ്രയാസങ്ങളൊക്കെ കടന്നു വന്നപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂടുതലായിട്ട് അഭയം പ്രാപിക്കുവാനിടയാകുന്നു. അതായത് അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവെ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാകുന്നു. നോക്കൂ, ദാവീദിന്റെ പ്രാർത്ഥനയാ ക്ഷമിക്കുന്ന അപ്പച്ചൻ. ഹല്ലേലൂയ. അതായത് യഹോവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ ഉയർത്തുന്നു. പ്രിയ മക്കളെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയുവാൻ ഏത് പ്രയാസം വന്നാലും എന്തെല്ലാം ജീവിതത്തിൽ അനുഭവപ്പെട്ടാലും അത് പറയുവാൻ ഒരേ ഒരു ഇടം മാത്രമേ ഉള്ളൂ. ഇവിടെ പറ, യഹോവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ ഉയർത്തുന്നു. ഹല്ലേലൂയ. യഹോവേ, എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ, എൻ്റെ യാചനകളെ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഏതു നിമിഷവും നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന കർത്താപ്പച്ചൻ നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, ഇറങ്ങി വരുന്ന അപ്പനാ. ഹല്ലേലൂയ. കർത്താപ്പച്ചൻ നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മെ കൈപിടിച്ച് നടത്തുവാൻ ശക്തനായ കർത്താവിന്റെ കരങ്ങളിലാ. ഹല്ലേലൂയ. ഇവിടെ എൻ്റെ കഷ്ട ദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല, നിന്റെ പ്രവർത്തികൾക്ക് തുല്യനായ ഒരു പ്രവൃത്തിയും ഇല്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് പറയുവാൻ കഴിയും, നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ഇല്ല എന്ന്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഹല്ലേലൂയ കാണാൻ കഴിയുന്നത്, യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനാ ആർ. ഹല്ലേലൂയ. നോക്കൂ, മോശയും ഇസ്രായേൽ മക്കളും സങ്കീർത്തനം പാടി സ്തുതിക്കുന്നതായത്. ഹല്ലേലൂയ. മിസ്രയീമി ശക്തിയുടെ മേൽ ചെങ്കടലിൽ ദൈവം നൽകിയ വിജയത്തിന്റെ ആഘോഷമാ. ഹല്ലേലൂയ. സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനായിട്ട് വേറെ ആരുമില്ല. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ഇല്ല. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1 രാജാക്കന്മാർ 8:23 ശലോമോൻ പറയുന്നു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന നിന്നെ പോലെ മീത സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല. ഹല്ലേലൂയ. നമ്മെ രക്ഷിക്കുവാൻ, ഏത് വിഷയത്തിന്മേലും കൈത്താങ്ങ് നൽകുവാൻ, നമ്മെ കാക്കുവാൻ ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവം ഇല്ല. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 6:4 പറയുന്നുണ്ട്, ഇസ്രായേലേ, കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഹല്ലേലൂയ. നോക്കൂ, ഇസ്രായേൽ മക്കളെ ഉറപ്പിക്കുകയാണ് ദൈവം ഏക സത്യ ദൈവമാണെന്ന്. അതായത് വ്യത്യസ്ത ദേവന്മാരുടെ ഗണമല്ലെന്നും ലോകത്തിലെ എല്ലാ ദേവന്മാരെക്കാളും ആത്മാക്കളെക്കാളും അതിശക്തനാണെന്ന്. അതായത് അതുകൊണ്ടാ പറഞ്ഞ, യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനായ ആർ. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ സ്തോത്രത്തിനും അനുസരണത്തിനും ഏക കാരണം ഈ ദൈവമാണെന്ന് ഉപദേശിച്ച് ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഹല്ലേലൂയ. സങ്കീർത്തനം 72:18 കാണുന്നു, താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താപ്പച്ചൻ. ദാവീദിന്റെ പ്രാർത്ഥന നോക്കൂ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ, നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ,
നമുക്കും ദാവീദിനോട് ചേർന്ന് നമുക്കും പറയാൻ കഴിയണം, കർത്താപ്പച്ച അങ്ങ് മാത്രമാണ് വാഴ്ത്തപ്പെട്ട. ഹല്ലേലൂയ. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 29 ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മാത്രമാണ് ഏക കർത്താവെന്ന്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതലുള്ള വാക്യത്തില് ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏതെന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നും ആകുന്നു. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയുമില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശാസ്ത്രി അവനോട്, നന്ന് ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ. ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനിലുമില്ല. ഹല്ലേലൂയ. നോക്കൂ, അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട് നീ ദൈവരാജ്യത്തോടെ അകന്നവനല്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കർത്താപ്പച്ചൻ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമാണ്. ഹല്ലേലൂയ. കർത്താവ് മാത്രം ഏക കർത്താവ്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് പറയുവാൻ കഴിയണം, ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ഇല്ല. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ചെയ്യുന്ന അപ്പൻ ഏത് സമയത്തും ഹല്ലേലൂയ ഓടിയെത്തുന്ന ഒരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, അത്ഭുതങ്ങളുടെ അപ്പ ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്യണമേ. യേശുവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. പ്രിയ മക്കളെ, കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവ് വലിയവനാണ്. ഹല്ലേലൂയ. ഇന്നെല്ലാവരും അറിയണം, ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ഇല്ലെന്ന്. ഹല്ലേലൂയ. ലോകമൊട്ടുക്ക് അറിയണം. പ്രിയ മക്കളെ, യേശുവിനെ നമ്മൾ ഉയർത്തി കാണിക്കണം. കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നവരാ ഈ ദിവസങ്ങളിലായി തീരട്ടെ. ദൈവനാമം ഉയരട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളും യേശുപ്പന്റെ സാക്ഷികളായി തീരുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ, എൻ്റെ അപ്പനെ നിങ്ങൾക്ക് വലിയവ ചെയ്തു, ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ലെന്ന് പറയുവാൻ ഓരോരുത്തരെയും ദൈവമേ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ ഉറപ്പിച്ച് പറഞ്ഞതുപോലെ ഇന്നത്തെ ഉള്ള ഹല്ലേലൂയ എല്ലാവരും യേശുപ്പച്ചനെ കുറിച്ച് ഉറപ്പോട് പറയുവാൻ ഇടയാകട്ടെ. കർത്താവേ, ദൈവസന്നിധി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.